ഗോവിന്ദമാഷ് എന്ന് പറഞ്ഞല്ലോ, ഈ അടിയന്തരാവസ്ഥ കാലത്ത് RSSുമായിട്ടും ഈ സഹകരിച്ചിട്ടുണ്ട് എന്നുള്ളത് രാഷ്ട്രീയ സഹകരണമായിരുന്നില്ല. പിന്നീട് അത് ഗോവിന്ദമാഷ് തിരുത്തിയിട്ടുണ്ട്. അന്ന് ജനതാ പാർട്ടി ഉണ്ടാവുന്നു, ജനസംഘം അന്ന് ഇല്ലാതായി, പിന്നീട് ജനതാ പാർട്ടിയിലേക്ക് ലയിക്കുന്നു. ആ സമയത്ത് RSS പ്രവർത്തകരൊക്കെ അടിയന്തരാവസ്ഥ എതിർക്കുന്ന CPM പ്രവർത്തകരെ പോലെ തന്നെ വേട്ടയാടപ്പെടുകയും അതേപോലെ നിരോധിക്കപ്പെടുകയും ഒക്കെ ചെയ്ത സംഘടനയാണ്. ഇപ്പോൾ കുരുക്ഷേത്ര പോലെയുള്ള പത്രങ്ങളൊക്കെ അന്ന് RSS ഇറക്കുന്നതുമൊക്കെ അന്നത്തെ വലിയ കാലത്തെ രാഷ്ട്രീയ പാഠപുസ്തകങ്ങളിലുണ്ട് എങ്ങനെയാണെന്ന്. അപ്പോൾ ആ രീതിയിലുള്ളൊരു രാഷ്ട്രീയ സഹകരണം, ഈ അടിയന്തരാവസ്ഥയ്ക്കെതിരെയുള്ള രാഷ്ട്രീയ സഹകരണം ഉണ്ടായി എന്ന് ഗോവിന്ദമാഷ് പറഞ്ഞത് ആ അർത്ഥത്തിൽ വലിയ തെറ്റാണോ? അത് എങ്ങനെയാണ് ഗോവിന്ദമാഷ് അതിനെ കാണുന്നത്? എങ്ങനെയാണ് ജി സുധാകരൻ കാണുന്നത്? പാർട്ടി സെക്രട്ടറി ആയിട്ടുള്ള സർ എം ഇ ഗോവിന്ദൻ, അതെ, പാർട്ടി സെക്രട്ടറി ആയിട്ടുള്ള സർ എം ഇ ഗോവിന്ദൻ പറഞ്ഞതിൽ താത്വികമായി തെറ്റുകളൊന്നുമില്ല. താത്വികമായി യാതൊരു തെറ്റുമില്ല. ഇപ്പോൾ ഫാസിസത്തിനെതിരായിട്ടുള്ള ഐക്യമുന്നണി എന്ന ഇന്റർനാഷണൽ സർവദേശീയ പ്രശസ്തനായിട്ടുള്ള മാർക്സിസ്റ്റ് ഐഡിയോളജി ദിമിത്രോവിന്റെ തീസിസ് ഉണ്ട്, അത് പുസ്തകമായിട്ട് വന്നിട്ടുണ്ട്. അതിൽ ഏകാധിപത്യത്തിനെതിരെ യോജിപ്പിക്കാവുന്ന എല്ലാവരെയും യോജിച്ച് പോരാടി ഏകാധിപത്യം ഇല്ലാതാക്കുക എന്നുള്ളതാണ്. ഒരു പൊളിറ്റിക്കൽ അലയൻസ് അല്ലത്, ഇത് പറഞ്ഞിട്ടുണ്ട്. ആ താത്വികമായിട്ട് ഗോവിന്ദമാഷ് പറഞ്ഞതിൽ യാതൊരു പ്രശ്നവുമില്ല. പിന്നെ തെരഞ്ഞെടുപ്പ് അവിടെ നടക്കുന്നു, അപ്പം പിന്നെ എന്തിനാണ് പറഞ്ഞതെന്നൊക്കെയുള്ള ചോദ്യമാണ്. അത് ഗോവിന്ദമാഷ് പറഞ്ഞിട്ടുണ്ട്. യഥാർത്ഥത്തിൽ CPIM ഒരിക്കലും RSSും BJPയും അടങ്ങുന്ന അടിയന്തരാവസ്ഥക്കെതിരായിട്ടുള്ള നമ്മുടെ ജയപ്രകാശ് നാരായണന്റെ ടോട്ടൽ റെവല്യൂഷൻ, സമ്പൂർണ്ണ വിപ്ലവവും, പിന്നെ വിദ്യാർത്ഥികളുടെ ഒരു സ്റ്റിയറിംഗ് കമ്മിറ്റി അദ്ദേഹമുണ്ട്, അതിലൊന്നും ഞങ്ങൾ പങ്കെടുത്തിട്ടില്ല. അതിനകത്ത് ഞങ്ങൾ അംഗങ്ങളെ അല്ല. സമാന്തരമായി അടിയന്തരാവസ്ഥ ഇല്ലാതാവണമെന്ന് ഞങ്ങൾ CPM ആഗ്രഹിച്ചു. CPI എന്ന കേരളത്തിൽ അധികാരത്തിലായതുകൊണ്ട് അവർക്ക് സമരത്തിൽ പങ്കെടുക്കാൻ കഴിയില്ല. ഒരധികാരത്തിലായിരുന്നു. അപ്പോൾ അധികാരത്തിൽ കോൺഗ്രസ് ഉണ്ടായതുകൊണ്ട് കോൺഗ്രസിനെതിരായിട്ടാണല്ലോ അടിയന്തരാവസ്ഥ പ്രക്ഷോഭണം, ഇന്ദിരാഗാന്ധിക്കെതിരായിട്ടാണല്ലോ. അതിൽ അവർക്ക് പങ്കെടുക്കാൻ സ്വാഭാവികമായിട്ടും കഴിയില്ല. അപ്പോൾ അങ്ങനെയുള്ള ആ സമരത്തിൽ ഞങ്ങൾ സമാന്തരമായിട്ടാണ് സമരം നടത്തുന്നത്. അതിന് കേന്ദ്ര കമ്മിറ്റി എന്ന ഉപയോഗിച്ച വാക്ക് സിൻക്രണൈസ് എന്നാണ്. സിൻക്രണൈസ് ചെയ്താണ് പ്രവർത്തിച്ചത്, അങ്ങനെയാണ് പ്രവർത്തിച്ചത്. ഞങ്ങൾ അടിയന്തരാവസ്ഥയിൽ ജയിലിൽ കിടക്കുമ്പോൾ ഈ കേന്ദ്ര കമ്മിറ്റിയുടെ പ്രമേയമൊക്കെ ഞങ്ങളവിടെ ക്ലാസ് എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ പറയുന്നത് CPIM ഒറ്റയ്ക്കാണ്, അല്ലെങ്കിൽ സമാന ചിന്താഗതിയുള്ള ഇടതുപക്ഷക്കാരുമായി ചേർന്നാണ് സമരം. ഒരിക്കലും BJPയോടൊപ്പം ലയിച്ച് സമരം ചെയ്തിട്ടില്ല. ജയപ്രകാശ് നാരായണനോട് ബഹുമാനവും സ്നേഹവും എല്ലാം ഉണ്ടായിരുന്നെങ്കിലും അദ്ദേഹത്തിന്റെ ലക്ഷ്യത്തോട് ഞങ്ങൾക്ക് യോജിപ്പുണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ അതിനകത്ത് പങ്കെടുത്തിട്ടില്ല. ഞങ്ങളുടെ ഐഡന്റിറ്റി നിലനിർത്തി തന്നെയാണ് പ്രവർത്തിച്ചത്. അതാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത്. പിന്നെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതാണ് കോൺഗ്രസിന്റെ തകർച്ചയ്ക്ക് കാരണം. കോൺഗ്രസ് പിന്നെ ഒരിക്കലും പഴയ പോലെ വന്നല്ലോ. ഒന്നോരണ്ടോ തവണ വന്നെങ്കിലും പിന്നെയും പോയി. 40 സീറ്റ്. അതേസമയം അന്ന് ഈ ജനസംഖ്യയിലുണ്ടായിരുന്ന പ്രവർത്തകര് CPMന്റെ പ്രവർത്തകരും ഒക്കെ ആയിട്ട് ഈ വിഷയങ്ങളിൽ വേദികൾ പങ്കിടുകയോ, അതല്ലെങ്കിൽ വേദികൾ എന്ന് വെച്ചാൽ തുറന്ന വേദികൾ അല്ലെങ്കിൽ പോലും ഇപ്പം ഒളിവിലാണെങ്കിലും തന്നെ അതൊക്കെ ചിലപ്പോൾ ഉണ്ടാവും. അതൊക്കെ ചിലപ്പോൾ ഉണ്ടാവും. ഇല്ലെന്ന് അല്ല, അത് അടിയന്തരാവസ്ഥക്കെതിരായിട്ടുള്ള പല സെമിനാറുകളോ മീറ്റിങ്ങുകളോ ഒക്കെ പങ്കെടുത്തിട്ടുണ്ടാവും. അതിലൊന്നും തെറ്റില്ല. പക്ഷേ BJP അന്നത്തെ ജനസംഘം RSS അടങ്ങുന്ന JPയുടെ നേതൃത്വത്തിലുണ്ടായിരുന്ന അവർ സമരസമിതി ഉണ്ടായിരുന്നു നാഷണൽ ലെവലിൽ, ടോട്ടൽ റെവല്യൂഷൻ വേണ്ടി. അതിനകത്ത് CPM അംഗമായില്ല. ഞങ്ങളുടെ ഐഡന്റിറ്റി സൂക്ഷിച്ചു. BJP ജയപ്രകാശ് നാരായണന്റെ തണലിൽ വലിയ ജനകീയ പ്രക്ഷോഭം ഇന്ത്യയിൽ ഉണ്ടായപ്പോൾ ആ ജനകീയ പ്രക്ഷോഭത്തിൽ പങ്കെടുത്ത് ഉണ്ടാക്കിയിട്ടുള്ള ആസ്തിത്വമാണ് ഇന്നവരെ അധികാരത്തിൽ 3-4 തവണ എത്തിച്ചതെന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ്. അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് തന്നെ ഇവിടുത്തെ ഇടതുപക്ഷവും കമ്മ്യൂണിസ്റ്റുകാരും ചേർന്നില്ല. അടിയന്തരാവസ്ഥ കാലത്ത് എന്ന് പറഞ്ഞത് താത്വികമായി തെറ്റില്ല എന്നാണ് അങ്ങ് പറയുന്നത്. അത് താത്വികമായിട്ട് എന്താ തെറ്റ്? RSSും BJPയും ജയപ്രകാശ് നാരായണന്റെ നേതൃത്വത്തിൽ ഉണ്ടാക്കിയ ആ സമരസമിതിയിലെ പ്രധാന രാഷ്ട്രീയ പാർട്ടി RSSും പിന്നെ സോഷ്യലിസ്റ്റുകാരുമായിരുന്നില്ല. റാം മനോഹർ ലോഹ്യ ഉണ്ടായിരുന്നു, ഓർമ്മ രാജ്നാരായണൻ ഉണ്ടായിരുന്നു, റാബിറ ഉണ്ടായിരുന്നു, ഇതൊക്കെ ഉണ്ടായിരുന്നല്ലോ അന്ന്. ഞങ്ങൾ അതിനകത്ത് പങ്കെടുത്തില്ല. ഗോവിന്ദമാഷ് പറഞ്ഞത് താത്വികമായി തെറ്റില്ല. സഹകരണമായിട്ടോ ജനസംഖ്യന്റെയോ BJPയുടെയോ പ്രത്യയശാസ്ത്രവുമായിട്ട് യോജിച്ച് പ്രവർത്തിച്ചതായിട്ടോ വ്യാഖ്യാനിക്കാനും കഴിയില്ല. അല്ല RSSും അന്നത്തെ ജനസംഘവും സോഷ്യലിസ്റ്റുകാരും JPയുടെ നേതൃത്വത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള അടിയന്തരാവസ്ഥക്കെതിരായ ഒരു കർമ്മസമിതി, ആ സമിതിയിൽ ഞങ്ങൾ അംഗമല്ല, ഞങ്ങളതിൽ പങ്കെടുത്തിട്ടില്ല. ആ നിലയിൽ ഞങ്ങൾ RSSുമായി അകത്തൊന്നും സഹകരിച്ചില്ല. പക്ഷെ പൊതുവായ ഒരു ആവശ്യത്തിന് വേണ്ടി പോരാടുമ്പോൾ അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഒരേ ആവശ്യം അടിയന്തരാവസ്ഥ അറബിക്കടലിൽ നിന്നല്ല EMS ഉയർത്തിയ മുദ്രാവാക്യം. അപ്പോൾ ആ മുദ്രാവാക്യം ഒന്ന് RSSും BJP ഉയർത്തി, അവരുടെ കൗശലപൂർവ്വം ഉയർത്തുകയും
അതിനകത്താണല്ലോ അവർ ഇന്ത്യയിൽ അധികാരത്തിൽ വരികയും ചെയ്തതല്ലേ. കോൺഗ്രസ് താഴെ പോയില്ലേ. കോൺഗ്രസിന്റെ തെറ്റല്ലേ ഇത്? അതെ, കോൺഗ്രസിന്റെ ദൗർബല്യത്തിൽ നിന്നല്ലേ BJP ഉയർന്നു വന്നത്. അല്ലേ വരില്ലായിരുന്നല്ലോ. അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചില്ലെങ്കിൽ BJP ഇത്രയധികം ശക്തി പ്രാപിക്കില്ലായിരുന്നു എന്നുള്ളത് കോൺഗ്രസ് സമ്മതിക്കുകയോ ഒരു ക്ഷമാപണ ഇന്നേ വരെ നടത്തുകയോ ചെയ്തിട്ടില്ല. അതന്നെ കോൺഗ്രസിന്റെ തകരാറ്. ഒരു കാര്യം കൂടി, ഇനിയിപ്പോൾ 8 മാസമേ ഉള്ളൂ. ഈ പോക്ക് പോയാൽ മതിയോ ശ്രീ ജി സുധാകരൻ? എല്ലാ ജില്ലകളിലും സംസ്ഥാന തലത്തിലും പ്രധാന പ്രവർത്തകരുടെ ബ്രാഞ്ച് സെക്രട്ടറിമാർ വരെ ഉള്ളവരുടെ സ്റ്റേറ്റ് ലെവൽ മുതൽ കേന്ദ്ര കമ്മിറ്റിയിലുള്ള സാഹചര്യങ്ങളടക്കം ശില്പശാലകൾ നടത്തി തെരഞ്ഞെടുപ്പിന്റെ അടവും തന്ത്രവും ഒക്കെ വിശദീകരിച്ചുകൊണ്ടിരിക്കുകയല്ലേ സംസ്ഥാന നേതൃത്വം. അതിനുള്ള പ്രിപ്പറേഷൻ തുടങ്ങിയല്ലോ. ഈ സർക്കാരിനെതിരെ ഭരണവിരുദ്ധ വികാരം ശക്തമാണെന്നാണ് നിലമ്പൂരിൽ തെളിഞ്ഞതെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. അതെ, അതാണ് അവർ പറയുന്നത്. അങ്ങനെയൊന്നും ഇല്ലയെന്ന് CPM നേതൃത്വവും പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ഞങ്ങളവിടെ 14,000 ജന വോട്ട് തോറ്റു എന്നുള്ള യാഥാർത്ഥ്യം സ്വരാജ് തന്നെ സമ്മതിച്ചിട്ടുണ്ട്. അപ്പം അതേപ്പറ്റി കൂടുതൽ എന്ത് വികാരമാണ് വികാരമില്ലായ്മയാണെന്നുള്ളതൊന്നുമല്ല പ്രശ്നം നമ്മളവിടെ വിജയിച്ചില്ല. നമ്മൾക്കങ്ങനെ ഒറ്റയ്ക്ക് ജയിക്കാൻ കഴിയുന്ന സീറ്റല്ല. കുഞ്ഞാലി ജയിച്ചു എന്ന് പറഞ്ഞപ്പോൾ 67 മുന്നണിയിൽ മുസ്ലിം ലീഗ് ഉണ്ടെന്നുള്ള കാര്യം ആരും മറന്നുപോകരുത്. മാത്രമല്ല 65 മുസ്ലിം ലീഗ് അതെ, മുസ്ലിം ലീഗും ഒറ്റക്കെട്ടായി ഡിവിഷൻ ഇല്ലാതെ നിന്ന് സോഷ്യലിസ്റ്റുകാരും കൂടി അടങ്ങുന്ന മുന്നണിയായിരുന്നത് 67. CPI ഉണ്ട് അതിൽ, RSP ഉണ്ട് അതിൽ, എല്ലാവരും ഉണ്ടെന്ന് അതിനകത്ത്. ആ മുന്നണിയിലാണ് കുഞ്ഞാലി ജയിച്ചത്. പിന്നെ ഞങ്ങൾ ചിഹ്നത്തിൽ ജയിച്ചിട്ടേ ഇല്ല. അദ്ദേഹം, അതായത് അൻവർ 2 തവണ ജയിച്ചതും ഇടതുപക്ഷ മുന്നണിയുടെ സ്വതന്ത്രനായിട്ടാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ വോട്ട് അതിനകത്ത് വീണു കുറച്ച്. അതിപ്പോൾ 20,000 വരെ വന്നു. അന്ന് 20,000 ഒന്നും ഉണ്ടോ എന്നറിയില്ല. ഏതായാലും ശരി, ഇതെല്ലാം വസ്തുതകളായിട്ട് നമ്മൾ കണ്ട് ഇടതുപക്ഷത്തിന് CPM നേതൃത്വത്തിൽ എല്ലാ തെരഞ്ഞെടുപ്പിനും വിജയിക്കാനുള്ള കാര്യങ്ങളെ പറ്റിയാണ് ഞങ്ങളിവിടെ ആലപ്പുഴയൊക്കെ ചിന്തിക്കുന്നത്. അല്ലാതെ തർക്കങ്ങൾ ഉണ്ടാക്കി നമ്മുടെ ജനങ്ങളുടെ പിന്തുണ ഇല്ലാതാക്കുന്ന പരിപാടിക്ക് വലിയ പ്രാധാന്യമില്ല. ഉദാഹരണം, ആദ്യമായിട്ട് ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വരുന്ന ആന്ധ്രയിലായിരിക്കുമെന്നാണ് കണക്ക് കൂട്ടിയത്. ഒന്നായി എന്ന പാർട്ടി സുന്ദരയ്യയെ മുഖ്യമന്ത്രിയായിട്ട് പ്രഖ്യാപിച്ച് പോസ്റ്ററുകൾ ഇറങ്ങിയെന്ന്. പക്ഷേ നമ്മൾ പ്രതിപക്ഷമായി പോയി അവിടെ. പിന്നെ ആന്ധ്രയിലെ പാർട്ടി ഇപ്പോൾ വളരെ ശോചനീയമായില്ലേ. അവിടെ തലനാരിഴ കീറിയുള്ള ആവശ്യമില്ലാത്ത ചർച്ചകളാണ് അവിടെ നടത്തിയിട്ടുള്ളത്. തലനാരിഴ കീറി അതിൻ്റെ ഒന്നും ആവശ്യമില്ല. വളരെ വ്യക്തമായിട്ടും ഈ രാജ്യത്ത് ജന്മിമാരും ബൂർഷാസിയും അടങ്ങുന്ന ഭരണവർഗങ്ങളും അതിനെതിരായുള്ള ഈ രാജ്യത്തെ ഇടതുപക്ഷക്കാർ നയിക്കുന്ന ഇടതുപക്ഷവും തമ്മിലുള്ള പോരാട്ടം നടക്കുന്നു. പക്ഷേ അവരെ അധികാരത്തിൽ നിന്ന് മാറ്റാനുള്ള പവർ ഞങ്ങൾക്കായിട്ടില്ല. അതിന് മറ്റേ ബൂർഷാ ജനാധിപത്യ പാർട്ടികളെ, ജനതാ പാർട്ടിയെയും ഒക്കെ ഞങ്ങൾ ഒരു കാലത്ത് 77 പാർലമെന്റ് ഇലക്ഷനിലൊക്കെ ഞങ്ങൾ സഹകരിച്ചിരുന്നു. ജനതാ പാർട്ടിയാണെന്ന് BJP RSS ഒക്കെ അതിനകത്ത് അങ്ങ് ലയിച്ചു പോയി. അവരുടെ ഒരു പാർട്ടിയായിട്ടല്ല വന്നത്. അതുകൊണ്ടാണ് അന്ന് സഹകരിച്ചത്. പിന്നെ അവരുടെ ശല്യം അതിനകത്ത് മെയിനായിട്ട് വന്നപ്പോഴാണ് ഞങ്ങൾ പിന്തുണ പിൻവലിച്ചു കളഞ്ഞത്. ഇതൊക്കെ ഓർത്തിരിക്കണം. നയത്തിന് വേണ്ടി ഒരു ഗവൺമെന്റിൽ നിന്ന് തന്നെ ഞങ്ങൾ പിന്തുണ പിൻവലിച്ചു. എന്ന് മാത്രമല്ല 5 ക്യാബിനറ്റ് മന്ത്രിമാരെ ഓഫർ ചെയ്തു. 77 5 ക്യാബിനറ്റ് മന്ത്രിമാരെ CPM ഞങ്ങൾ എടുത്തില്ലല്ലോ. ഒരിക്കലും അധികാരത്തിൽ കയറിയില്ലല്ലോ CPIM. അപ്പം അതൊക്കെ കൃത്യമായ ഒരു പാർട്ടിക്ക് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഇന്ത്യയിൽ അധികാരത്തിന് വേണ്ടി ഒരു ഐഡിയോളജി ഉപേക്ഷിച്ചിട്ടില്ല ഞങ്ങളുടെ പൂർവികന്മാർ. ഇപ്പോഴും അങ്ങനെ തന്നെ പോകുമെന്നാണ് ഞങ്ങൾ കരുതുന്നത്.